വീട്ടിൽ ചെടി വളർത്തുന്നവരാണോ നിങ്ങൾ? എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണമല്ല എന്ന് വിചാരിച്ചിട്ട് മടിച്ച് നിൽക്കുന്നവരാണോ നിങ്ങൾ? വീട്ടിൽ 2-3 ദിവസം കഴിയുമ്പോഴേ വെള്ളം ഒഴിക്കാനുള്ള സാഹചര്യമുള്ളൂ, അതുകൊണ്ട് ചെടികളൊക്കെ പട്ടുപോകും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. പുതിയല്ല, കുറേ പേർക്ക് അറിയാം, അറിഞ്ഞൂടാത്ത കുറേ പേർ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത്. എനിക്കിത് അറിഞ്ഞൂടാ ഈ സാധനം ഉണ്ടെന്ന്. ഇതാണ് സാധനം. ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ട്രിപ്പാണ്. ട്രിപ്പ് നമ്മൾ ആശുപത്രിയിൽ ഇങ്ങനെ കിടന്ന് നമുക്ക് തരില്ലേ ട്രിപ്പ്. ആ ട്രിപ്പ് ഇത് ചെടിക്ക് കൊടുക്കാവുന്ന ഒരു ട്രിപ്പാണ്. നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കണ്ട. ഇത് ഇങ്ങനെ വെച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും അണ്ടിൽ അത് തീരും വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നിറയ്ക്കണം. അതെങ്ങനെയാണ് സെറ്റപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമുക്ക് വന്ന പാക്കറ്റ്. 12 എണ്ണമുള്ള ഒരു സെറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇതിന് അകത്തുള്ള എല്ലാ ടൂൾസും ഈ പാക്കറ്റിനകത്ത് തന്നെ ഉണ്ട്. ഒരു ടെഫ്ലോൺ ടാപ്പുണ്ട്. ഇത് മുഖ്യം ബിഗിലേ. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ഒരു പൈപ്പാണ്, ഇങ്ങനെ തുറക്കാൻ പറ്റും. ഇത് ഈ മണ്ണിൽ ഊന്നി നിർത്തേണ്ട സാധനം. ഇതിലാണ് ആ പൈപ്പ് ഫിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം അടങ്ങിയ പടം സഹിതം അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച കമ്പനിയുടെ പേര് എക്സ്ട്രാ വിഷ്. ഒരുപാട് കമ്പനിയുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ഇനി ഒരു കുപ്പി എടുക്കുക. ഇതുപോലത്തെ കുപ്പി എടുത്തിട്ട് അതിൻ്റെ മൂട് ഇങ്ങനെ അറുത്ത് എടുക്കുക. എന്തിനാണ് അറക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പെപ്സി, മെറിൻഡ, കൊക്കക്കോള, അക്വാഫിനെയൊക്കെ വർക്കാവുന്നതാണ് ഇവർ പറയണത് ഇതിൽ. എന്നിട്ട് നമ്മൾ ടെഫ്ലോണിൻ്റെ ആ ഒരു ടാപ്പ് എടുത്ത് അതിൻ്റെ മൂടിയുടെ അവിടെ ഒന്ന് ടൈറ്റൻ ചെയ്യുക. വെള്ളം ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. ഇത് പ്രധാനമാണ്, ഇത് വിട്ട് കളയല്. എന്നിട്ട് നമ്മുടെ കണക്ടർ എടുക്കുക, അതിൻ്റെ അടപ്പിൽ കറക്കി വയ്ക്കുക. കോമ്പാറ്റബിളാണ്, കറക്റ്റായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അതൊരു വാട്ടർ ലീക്കാവും. പിന്നെ ഈ പൈപ്പ് എടുത്തിട്ട് ഈ പൈപ്പിനൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സർക്കിൾ ഷേപ്പിലല്ല ഈ ഹോൾ വരുന്നത്. ഒരു സൈഡിലൊരു വെട്ടുണ്ട്, ആ വെട്ട് നോക്കി തന്നെ വയ്ക്കണം. ഇല്ലെങ്കിൽ അവിടെ എങ്ങാനും കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ സംഭവം അതുവഴി വെള്ളം ലീക്കാവും. അത് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിൽ ഒത്തുപൂരം വെള്ളം നിറച്ച് നോക്കുമ്പോഴേക്കും അവിടെ കൂടി ഇവിടെ കൂടിയൊക്കെ വെള്ളം ലീക്കാവണ കാണാം. അതൊക്കെ നമ്മൾ ഈ തുണിയൊക്കെ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. കൈ കൊണ്ട് തിരുക്കാനൊക്കെ പാടായിരിക്കും. എന്നിട്ട് വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ ആശുപത്രിയിലിരിക്കുന്ന ട്രിപ്പ് പോലെ തന്നെ അതിൻ്റെ സ്പീഡ് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് വയ്ക്കുക. 2 ദിവസം കൂടുമ്പോൾ നിറയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് സ്പീഡ് വയ്ക്കുക. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ടേ സംഭവം അടുത്തിനി നിറയ്ക്കാനുള്ള പ്ലാനുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ സ്ലോയിൽ വെള്ളം പോകുന്ന രീതിയിലാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോണത്. കാറ്റടിക്കുമ്പോൾ 1-2 തുള്ളി എന്ന് നമ്മുടെ കൊച്ചി ഹനീഫ ചേട്ടൻ പറയും പോലെയാണ് ഞാൻ വെള്ളം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 10-30 സെക്കൻഡ് 40 സെക്കൻഡെങ്കിലും എടുക്കും ഒരു തുള്ളി വെള്ളം വീഴാൻ. അപ്പുറത്ത് നിന്ന് അവിടെ ലീക്കുണ്ട്, അതും ടൈറ്റ് ആക്കണം. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ചെടിച്ചട്ടി കൊണ്ട് ഇതിങ്ങനെ കുത്തി നിറയ്ക്കണം. നല്ല രീതിയിൽ കുത്തി നിറത്തണം, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് കിളിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തെങ്കിലും താങ്ങുണ്ടെങ്കിൽ അതും കൂടി കൊടുത്ത് ചാരി നിർത്തിയാലും മതി. ഉള്ളതിലെല്ലാത്തിലും പെപ്സി, മിറിൻഡയുടെ എല്ലാത്തിൻ്റെയും കുപ്പി എടുത്ത് കുത്തിക്കയറ്റി ഞാൻ തൂക്കിയിട്ട്, പിന്നെ 2 വിത്തിട്ടിട്ടുണ്ടായിരുന്നു, അതിനും ഒരു സേഫ്റ്റിക്ക് വെള്ളം വെച്ച് കൊടുത്തു. ഇതിൽ ഇവർ ഈ പറയണത് അക്വാഫിനയുടെ മറ്റേ വാട്ടർ ബോട്ടിൽ പറ്റുമെന്നാണ് പറയണത്. പക്ഷേ ഞാൻ എത്ര നോക്കിയിട്ടും പറ്റുന്നില്ല, നല്ല രീതിയിൽ ലീക്കേജ് വരുന്നുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് 12 സെറ്റിന് 119 രൂപയ്ക്ക് ഓഫറിലാണ് വന്നത്. ഇപ്പം ആ പ്രൈസിന് ചിലപ്പോൾ കിട്ടണമെന്നില്ല, ചിലപ്പോൾ ഇനി ആ പ്രൈസിന് വരാം. എന്തായാലും ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഇതുപോലത്തെ ഓഫറൊക്കെ വരുമ്പം നമ്മുടെ വാട്സാപ്പ് ചാനലിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുവരെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം, ഫോളോ ചെയ്തോ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഉള്ളതിൻ്റെ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ വെച്ച് തരാം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം.